التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, റമദാൻ ചില ഓർമ്മപ്പെടുത്തലുകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും മിക്കവാറും. അത് ഓർമ്മപ്പെടുത്തുക എന്ന നിലക്കാണ് സംസാരിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായ ആയത്ത്, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മപ്പെടുത്തുക, അത് വിശ്വാസികൾക്ക് ഉപകാരപ്പെടും. ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസികൾക്ക് ഉപകാരപ്പെടും എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അത് വിശ്വാസികൾക്ക് മാത്രമേ ഉപകാരപ്പെടൂ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്നമാ തൻതഫിഉ ബിഹാ അൽ ഖുലൂബുൽ മുഅ്മിന. ഈമാനുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടൂ എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു. സൂറത്തുൽ അഅലയിൽ അല്ലാഹു തആല പറഞ്ഞു, ഫദക്കിർ ഇൻ നഫഅതി ദിക്റ. ഉത്ബോധനം, ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടുമെങ്കിൽ നീ ഓർമ്മപ്പെടുത്തുക. സയദ്ദക്കറു മൻ യഖ്ഷ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ആ ഉപദേശം അല്ലെങ്കിൽ ആ ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം സ്വീകരിക്കും. വയതജന്നബുഹൽ അഷ്ഖ. ഓർമ്മപ്പെടുത്തലുകൾ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ആളുകൾ അതിനെ ഉപേക്ഷിക്കും എന്നൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തലുകൾ അവർക്ക് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് റമദാനുമായി ബന്ധപ്പെട്ട് 8-10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം, റമദാൻ അത് ലഭിക്കുക എന്നുള്ളത് വലിയ നിഅമത്താണ്. റമദാനിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ബുലൂഗു റമദാൻ നിഅമത്തുൻ കബീറ. റമദാൻ അത് എത്തിച്ചേരുക എന്നുള്ളത് വലിയ നിഅമത്താണ്. അലാ മൻ ബലഗഹു. അത് കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ റമദാനിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ നിഅമത്താണ്. വഖാമ ബിഹഖ്ഖിഹി ബിർറുജൂഇ ഇലാ റബ്ബിഹി മിൻ മഅസിയതിഹി ഇലാ തആഅതിഹി. തിന്മകളൊക്കെ ഉപേക്ഷിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വമിനൽ ഗഫ്ലതി അൻഹു ഇലാ ദിക്രിഹി വമിനൽ ബുഅദി അൻഹു ഇലൽ ഇനാബതി ഇലൈഹി. അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്കും അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അത് ലഭിക്കുക എന്നുള്ളത് വലിയ നിഅമത്താണ്. സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞു, വഇന്ന മൻ അദ്റക ശഹ്റ റമദാൻ വമക്കനഹു അല്ലാഹു മിനൽ ഇന്തിഫാഇ ബിഹി. ഒരാൾക്ക് റമദാൻ ലഭിക്കുകയും അത് ഉപയോഗപ്പെടുത്താൻ അയാൾക്ക് അല്ലാഹു സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ, റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു അവന് തൗഫീഖ് കൊടുക്കുകയും ചെയ്താൽ, ഫഖദ് അൻഅമ അല്ലാഹു അലൈഹി നിഅമതൻ അദീമ ലാ യഅദിലുഹാ ഷൈ. അവന് അല്ലാഹു നൽകിയിട്ടുള്ളത് തുല്യതയില്ലാത്ത അനുഗ്രഹമാണ്. അപ്പോൾ റമദാനിൽ ജീവിക്കുക, റമദാൻ ഫലപ്രദമായി ഉപയോഗിച്ച് റമദാനിൽ പുണ്യങ്ങൾ നേടിയെടുത്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുക എന്നുള്ളത് അല്ലാഹു നൽകുന്ന വലിയ നിഅമത്താണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു റമദാൻ അധികം ലഭിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹുവിലേക്ക് അടുക്കാൻ, അവന് വിജയിക്കാനുള്ള ഒരു അവസരമാണ്. നമുക്കേറെ സുപരിചിതമായ ഒരു ഹദീസാണ്, സംഭവമാണ്. റമദാനുമായി ബന്ധപ്പെട്ട് ആ അവസരത്തിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള സംഭവം. 2 ആളുകൾ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അതിലൊരാൾ നന്നായി ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെട്ടു. മറ്റേ വ്യക്തി അത്ര തന്നെ ഇബാദത്തിൽ സജീവമല്ല, ആപേക്ഷികമായി. പക്ഷെ അദ്ദേഹം ഈ ഷഹീദായി മരിച്ച വ്യക്തിക്ക് ശേഷം 1 വർഷം ജീവിച്ചതിന് ശേഷമാണ് മരണപ്പെട്ടത്. അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിച്ചത്. സംഭവത്തിൻ്റെ ചുരുക്കം പറയാം, 1 വർഷം കൂടുതൽ ജീവിച്ച് മരിച്ചയാളാണ് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത്. എന്നാൽ ആദ്യം മരിച്ചയാൾ ധാരാളമായി ഇബാദത്തിൽ നന്നായി പരിശ്രമിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായിട്ടാണ് മരിച്ചിട്ടുള്ളത്. പക്ഷെ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് 1 വർഷം കൂടി അധികം ജീവിച്ച് ഒന്നാമത്തെ വ്യക്തിയുടെ അത്ര തന്നെ ഇബാദത്ത് ചെയ്യാത്ത വ്യക്തിയാണ് സ്വർഗത്തിൽ
ഇബാദത്തിൽ സജീവതയില്ലാത്ത, അയാളെ അപേക്ഷിച്ച് അത്ര തന്നെ ഇല്ലാത്തയാളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംസാരത്തിൻ്റെ അവസാന ഭാഗത്ത് ഇത് ഒരു അത്ഭുതത്തോടുകൂടി ഷഹീദായി നന്നായി ഇബാദത്തിൽ സജീവമായിരുന്നയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 1 വർഷം ജീവിച്ച് സാധാരണ മരണം വരിച്ചയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന കാര്യം അറിഞ്ഞപ്പോൾ സ്വഹാബത്തിന് അത്ഭുതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അലൈസ ഖദ് മകഥ ഹാദ ബഅദഹു സന, ഈ വ്യക്തി രണ്ടാമത് മരിച്ചയാൾ 1 വർഷം കൂടി അധികം ജീവിച്ചില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, അതെ, അയാൾ 1 വർഷം അധികം ജീവിച്ചിട്ടുണ്ട്. അദ്റക റമദാൻ ഫസാമ വസല്ല കദ വകദ മിൻ സജ്ദ ഫി ഹാദിഹി സന, ആ വർഷത്തിൽ റമദാൻ അയാൾക്ക് ലഭിക്കുകയും അതിൽ നോമ്പെടുക്കുകയും ആ വർഷത്തിൽ ഒരുപാട് നിസ്കരിക്കുകയും ചെയ്തിട്ടില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന അസ്സമാഇ വൽ അർദ്, ഈ 2 വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും എത്ര വ്യത്യാസമുണ്ട് അത്രയും വ്യത്യാസമുണ്ട്. 1 വർഷം കൂടുതൽ ജീവിച്ച് അതിൽ ഒരു റമദാൻ ലഭിച്ച് അതിൽ നോമ്പെടുക്കാൻ സാധിച്ചു, ആ 1 വർഷം നിസ്കരിക്കാൻ സാധിച്ച ഒരു വ്യക്തിക്ക് ഉള്ള ശ്രേഷ്ഠതയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റമദാൻ ഒരു ജീവിതത്തിൽ കൂടുതൽ ലഭിക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇബ്നുൽ ജൗസി റഹ്മഹുള്ളാഹ് പറഞ്ഞത്, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ, ഖബറാളികളോട് പറയപ്പെടുകയാണ്, നിങ്ങൾ ആഗ്രഹിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ തമന്നൗ യൗമ മിൻ റമദാൻ, റമദാനിൽ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുമെന്നാണ്. അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് റമദാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റമദാൻ ലഭിക്കുക എന്നുള്ളത് വലിയ നിഅമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇത് വലിയ നിഅമത്താണെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ വരവും കാത്തിരിക്കും വിശ്വാസി. ആ വരവിൽ അവൻ സന്തോഷിക്കും. റമദാൻ ആവാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അവന് സന്തോഷമുണ്ടാകും. അവൻ്റെ മനസ്സിൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമാണ് എൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന സന്തോഷം അവനുണ്ടാകും. അപ്പോൾ റമദാൻ നമ്മളേക്ക് അടുക്കുമ്പോൾ നമ്മുടെ സന്തോഷം വർദ്ധിക്കും. അബ്ദുൽ അസീസ് സദ്ഹാൻ ഹഫീളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുഖാലഫാത്ത് റമദാൻ എന്ന കിതാബിൽ റമദാനിലെ വ്യത്യസ്ത തരം ആളുകളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഏറ്റവും നല്ല വിഭാഗം ആളുകളായി പരിചയപ്പെടുത്തിയ ആളുകളുടെ സ്വഭാവമായി പറഞ്ഞിട്ടുള്ളത്, അവർ റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കും, റമദാനിനെ ക്ഷമയോടുകൂടി കാത്തിരിക്കും. എന്നിട്ട് ആ റമദാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം അത് വർദ്ധിക്കും. എന്നിട്ട് റമദാൻ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തിൽ സജീവമായി ആ റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. ഇവരാണ് ഏറ്റവും നല്ല വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റമദാൻ അത് നിഅമത്താണെന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരവ്, അതിൻ്റെ ആഗമനം അയാളെ സന്തോഷിപ്പിക്കും. ഇനി നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, ഈ റമദാൻ വരുമ്പോൾ, റമദാനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? നമുക്ക് സന്തോഷമുണ്ടോ? എങ്കിൽ അത് ഈമാനിൻ്റെ ലക്ഷണമാണ്, അത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ ആളുടെ ലക്ഷണമാണ്. എന്നാൽ റമദാൻ അടുക്കും തോറും ഒരു പ്രയാസം, ഇനി ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, നിയന്ത്രണങ്ങൾ വരികയാണ്, അങ്ങനെ ഒരു പ്രയാസം മനസ്സിലുണ്ടെങ്കിൽ, അത് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അത് നമ്മുടെ ഈമാനിൻ്റെ കുറവിനെ അറിയിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ദുആയാണ്, പ്രാർത്ഥനയാണ്. ഇനിയും റമദാനിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. ആ റമദാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ദുആ ചെയ്യുക. ചില സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ദുആ ഇങ്ങനെ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വന്ന ദുആ അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സ്ഥിരപ്പെട്ടതല്ല. എന്നാൽ ചില സലഫുകൾ അവർ റമദാൻ അത് ആഗതമായാൽ അവർ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ സല്ലിംനി റമദാൻ, അല്ലാഹു എന്നെ റമദാനിലേക്ക് നീ എത്തിക്കണമേ. അപ്പോൾ ആദ്യം ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം റമദാനിലേക്ക് എന്നെ എത്തിക്കണമേ എന്നാണ്. രണ്ടാമത്തെ ഭാഗം വസല്ലിം റമദാൻ അലി, എനിക്ക് റമദാനിനെ സുരക്ഷിതമാക്കി തരണമേ. ആദ്യം റമദാനിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ ആ റമദാൻ എനിക്ക് സുരക്ഷിതമാകണം, റമദാനിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം വതസല്ലംഹു മിന്നി മുതഖബ്ബല, ആ റമദാനിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിനെ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇത് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ഇതേ അൽഫാദുകൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. റമദാനിലേക്ക് എത്തിച്ചേരാൻ ഇനിയും ഏതാനും ദിവസങ്ങളുണ്ട്, അതിനു മുമ്പ് മരണപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടേക്ക് എത്തിച്ചേരാൻ ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി ആ റമദാനിൽ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം.
അതേപോലെ തന്നെ ആ റമദാനിൽ നന്നായി പ്രവർത്തിക്കാൻ, റമദാനിൽ എത്തുക എന്നുള്ളതല്ല, അതിൽ സജീവമായി ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക. പിന്നെ അള്ളാഹു ആ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇദാ ദഅൗത അല്ലാഹ അൻ യുബല്ലിഗക റമദാൻ, റമദാനിലേക്ക് നിന്നെ എത്തിക്കണമേ എന്ന് നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫലാ തൻസ അൻ തദ്ഉവഹു അൻ യുബാരിക ലക ഫീഹ്, നീ മറന്നു പോകരുത് ആ റമദാൻ അതിൽ നിനക്ക് ബറക്കത്ത് അള്ളാഹു ചെയ്തു തരാൻ നീ അള്ളാഹുവിനോട് ചോദിക്കാൻ മറക്കരുത്. റമദാനിലേക്ക് എത്താൻ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ റമദാൻ ഒരു മുബാറക്കായ ഒരു റമദാനാക്കി എനിക്ക് മാറ്റിത്തരണമേ, റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ എനിക്ക് തൗഫീഖ് നൽകണമേ എന്നുകൂടി പ്രാർത്ഥിക്കാൻ നീ മറന്നു പോകരുത്. ഫലൈസ അശ്ശഅ്നു ഫീ ബുലൂഗി, റമദാനിൽ എത്തിച്ചേരുക എന്നുള്ളതല്ല കാര്യം. വഇന്നമ അശ്ശഅ്നു ഫീ മാദാ സതഅമലു ബിഹി, ഫീ മാദാ സതഅമലു ഫീഹി, ആ റമദാനിൽ നീ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് റമദാനിലേക്ക് എത്തിച്ചേരണം എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ റമദാനിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ എന്നുകൂടി പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത് എന്ന് അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനിയും ഈ ഉള്ള സന്ദർഭങ്ങൾ, ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമദാനിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ ആഫിയത്തോടുകൂടി. സാലിൽ ഉസൈമി ഹഫിളുല്ലാഹ് പറഞ്ഞത് കാണാം, ഉദ്ഉ റബ്ബക്കും അൻ തുബല്ലഗു റമദാൻ വഅൻതും ഫി ആഫിയ, റമദാനിൽ ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക. അപ്പോൾ ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി സൽക്കർമ്മങ്ങളൊക്കെ നല്ല സജീവമായി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ, രോഗമില്ലാത്ത അവസ്ഥയിൽ ഏറ്റവും നല്ല രൂപത്തിൽ റമദാനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ആ റമദാനിൽ കൂടുതൽ പ്രവർത്തിക്കാൻ, ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ഇതാണ് രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. പ്രാർത്ഥിക്കണം റമദാനിലേക്ക് എത്തിച്ചേരാനും റമദാനിൽ സജീവമായി ഇബാദത്തുകൾ ചെയ്യാനും ആ ചെയ്യുന്ന ഇബാദത്തുകൾ അത് സ്വീകരിക്കാനുമൊക്കെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്കൊരു ഖുത്ത റമദാനിയ, ഒരു റമദാൻ പ്ലാൻ ഉണ്ടാകണം. റമദാനിൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രവർത്തിക്കുക, എൻ്റെ റമദാനിലെ പദ്ധതികൾ എന്തായിരിക്കും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് ഉറച്ചു തീരുമാനിക്കണം. റമദാൻ ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും വിലപ്പെട്ട, വളരെ മൂല്യവത്തായ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ഉപയോഗപ്പെടുത്തും എന്ന കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകണം. റമദാനിൽ ഖുർആനിൻ്റെ പാരായണം ഇങ്ങനെയായിരിക്കും, അല്ല സദഖയുടെ കാര്യം ഇങ്ങനെയായിരിക്കും, രാത്രി നിസ്കാരത്തിൻ്റെ കാര്യം ഇങ്ങനെയായിരിക്കും, രാവിലെ എണീറ്റത് മുതൽ ഉള്ള കൃത്യമായൊരു രൂപം നമുക്കുണ്ടാകണം. ഇങ്ങനെ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതിന് നമുക്ക് കൂലിയുണ്ട്. സാലിൽ ഉസൈമി ഹഫിളുല്ലാഹ് തന്നെ പറയാണ്, വൻവു അൻ തഅമലു ഫീഹി സാലിഹ, ആ റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, നിയ്യത്ത് വെക്കുക. ഫഇന്ന നിയ്യത റൂഹുൽ അമാൽ, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനങ്ങളുടെ റൂഹാണ്, ആത്മാവാണ്. വമുബല്ലിഗത്തുൽ ആമാൽ, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ നിയ്യത്ത് അതില്ലെങ്കിൽ നമ്മുടെ അമലിന് ജീവനില്ല, റൂഹില്ലാത്തതുപോലെയാണ്. അപ്പോൾ റമദാനിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ നിയ്യത്താക്കുക. അങ്ങനെ നിയ്യത്താക്കി നമ്മൾ കൃത്യമായൊരു പ്ലാന് നമ്മുടെ മനസ്സിൽ തീരുമാനിച്ച്, റമദാനായപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ നിയ്യത്തിന് കൂലിയുണ്ട്. അത് വലിയ ഓഫറാണ് അള്ളാഹുവിൽ നിന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായ ഹദീസാണ്, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പിന്നീട് അയാൾ എന്ത് ചെയ്തു, ആ നന്മ ചെയ്തില്ല. അപ്പോൾ നോക്ക്, നമ്മൾ റമദാനിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് സത്യസന്ധമായി ഉറപ്പിച്ചു, പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. കൃത്യമായ കാരണങ്ങളുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിന് ഉള്ള പൂർണ്ണമായ കൂലി ലഭിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും മടി ബാധിച്ചു, ഇങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അല്ലാഹു തആല അവൻ്റെ അടുത്ത് ഒരു പരിപൂർണ ഒരു നന്മയായി അത് രേഖപ്പെടുത്തും. എന്തുകൊണ്ട്? അയാൾ ഉദ്ദേശിച്ചു, സത്യസന്ധമായ നിയ്യത്താക്കി ഇന്നത് ചെയ്യുമെന്നുള്ളത്, പക്ഷെ അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചെയ്തില്ല. അപ്പോൾ നോക്ക്, നമ്മൾ റമദാനിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയ്യത്താക്കിയാൽ, നമ്മൾക്കിനി
അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി അതിന് നമുക്ക് കൂലിയുണ്ട്. എന്തെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ അതിനെല്ലാം കൂലിയുണ്ട്. അപ്പോൾ റമദാനിൽ നമ്മൾ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകണം. റമദാൻ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടിയാൽ പോരാ. ഇതാണ് മൂന്നാമതായി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. നാലാമത്തെ ഒരു കാര്യം മഅരിഫത്തുൽ ഫദാഇൽ, ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റമദാനിൻ്റെ ശ്രേഷ്ഠതകളാണ്. റമദാന് നിരവധി ശ്രേഷ്ഠതകളുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ റമദാനിൻ്റെ ഓരോ വർഷങ്ങളിലും റമദാൻ വരുമ്പോൾ റമദാൻ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. കിതാബുകളിൽ പണ്ഡിതന്മാർ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. റമദാനിൻ്റെ ശ്രേഷ്ഠതകൾ, അതേപോലെ തന്നെ മറ്റു കർമ്മങ്ങളുടെ ശ്രേഷ്ഠതകൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഷെയ്ഖ് അബ്ദുൽ അസീസ് റൈസ് ഹഫിളഹുല്ലാ അദ്ദേഹം അശറത്തു അഖ്താഇൻ ലിസ്സായിം ഫി റമദാൻ, റമദാനിൽ നോമ്പുകാർക്ക് പറ്റുന്ന 10 തെറ്റുകൾ എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം നോമ്പുകാർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമായി ആദ്യം പറഞ്ഞ കാര്യം അദമുസ്തിശ്ആരി അദീമി ഫദ്ലി ശഹ്രി റമദാൻ, റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല, അത് മനസ്സിൽ കൊണ്ടുവരുന്നില്ല എന്നാണ്. അത് നോമ്പുകാർക്ക് സംഭവിക്കുന്ന ഒരു തെറ്റാണ്. അപ്പോൾ റമദാൻ അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠതകൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയത് മറന്നുപോയിട്ടുണ്ടാകും. നമ്മൾ ഓർമ്മ പുതുക്കണം. കിതാബുകളിൽ അതുണ്ട്, മലയാളത്തിലും അതുപോലെ തന്നെ അത് പരാമർശിക്കുന്ന അല്ലെങ്കിൽ അത് സംസാരിക്കുന്ന ദർശകളുണ്ട്. നമ്മൾ കേട്ട് ഓർമ്മ പുതുക്കണം. അപ്പോൾ റമദാൻ എന്താണ്, ഈ റമദാൻ്റെ മഹത്വം, ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് പഠിക്കണം. ഇപ്പോൾ ഷെയ്ഖ് ഖഹ്താനി ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ അസ്വിയാമു ഫിൽ ഇസ്ലാം ഫി ദൗഇൽ കിതാബി വസ്സുന്ന എന്ന കിതാബിൽ അദ്ദേഹം 30ഓളം ശ്രേഷ്ഠതകൾ റമദാനിൻ്റെ മാത്രം ശ്രേഷ്ഠതകളായി പറഞ്ഞിട്ടുണ്ട്. 30ഓളം ശ്രേഷ്ഠതകൾ. അപ്പോൾ ഈ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ റമദാനിൻ്റെ മഹത്വം, ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. ചിലപ്പോൾ നമ്മൾ പഠിച്ചത് മറന്നുപോയിട്ടുണ്ടാകും, ഓർക്കണം. അത് ഓർക്കാതിരിക്കുക എന്നുള്ളത് നോമ്പുകാർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് എന്നാണ് ഷെയ്ഖ് റൈസ് ഹഫിളഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റമദാനു സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ കൂട്ടത്തിൽ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന മാസമാണ്, മാസങ്ങളുടെ നേതാവാണ് റമദാൻ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഓരോ കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഷൈഇൻ സയ്യിദ, ഓരോ കാര്യത്തിനും സയ്യിദുണ്ട്, നേതാവുണ്ട്, ഓരോന്നിനുമുണ്ട്. മാസങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദ് എന്ന് പറഞ്ഞാൽ അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് റമദാൻ മാസമാണ്. ഇങ്ങനെ അതല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ, 10-30ഓളം ശ്രേഷ്ഠ ഖുർആൻ ഇറങ്ങിയ മാസം, മറ്റു വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയ മാസം, അതുപോലെ തന്നെ നിരവധി ശ്രേഷ്ഠതകൾ റമദാനിന് പറയപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനു പുറമെ ഈ റമദാനിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കണം. നോമ്പിന് ഇദ്ദേഹം തന്നെ ഈ കിതാബിൽ 10-24 ശ്രേഷ്ഠതകൾ, നോമ്പിൻ്റെ മാത്രം ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും പറഞ്ഞിട്ടുള്ള ഇബാദത്തുകളാണ് റമദാനിൽ ചെയ്യുന്നത്. നോമ്പ്, അതുപോലെ തന്നെ സദഖ, ഒരുപാട് ശ്രേഷ്ഠതകൾ സദഖയ്ക്കുണ്ട്. അത് നമ്മൾ മനസ്സിൽ, അത് പഠിച്ച് നമ്മൾ മനസ്സിൽ സദഖ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് മടിച്ചു നിൽക്കുമ്പോൾ ആ ശ്രേഷ്ഠതകൾ ഓർക്കണം. രാത്രി നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതകൾ, അതേപോലെ തന്നെ ദിക്റുള്ള, ധാരാളം ശ്രേഷ്ഠതകളുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഇബാദത്താണ് ദിക്റുള്ള. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾക്കത് ചെയ്യാൻ പ്രയാസം ഉണ്ടാകില്ല. ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, മൻ ലം യഅരിഫ് സവാബൽ അഅമാൽ, ഒരു കർമ്മത്തിന് എന്താണ് പ്രതിഫലം എന്നൊരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സഖുലത അലൈഹി ഫി ജമീഇൽ അഹ്വാൽ, എല്ലാ സന്ദർഭങ്ങളിലും അത് അയാൾക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ എന്നാൽ ഇന്ന കാര്യത്തിന് ഇന്ന കൂലിയുണ്ട് എന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ പ്രത്യേകം ആവേശവും അതുപോലെ തന്നെ താല്പര്യവും ഉണ്ടാകും. അപ്പോൾ നാലാമതായി നിങ്ങളുടെ എൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള കാര്യം, ശ്രേഷ്ഠതകൾ, റമദാനിൻ്റെ ശ്രേഷ്ഠത, റമദാനിൽ ഉള്ള ഇബാദത്തുകളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം തഅല്ലുമു അഹ്കാമി സിയാം, അല്ലെങ്കിൽ റമദാനുമായി ബന്ധപ്പെട്ട, നോമ്പുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇപ്പോൾ നോക്കില്ലേ, നേരത്തെ നമ്മൾ സലാഹുദ്ദീൻ ദർസ് അതായിരുന്നു. റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിധിവിലക്കുകൾ,
നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിധിവിലക്കുകൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായിട്ടുള്ള ഇബാദത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അറിയാം, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിനും പഠിക്കൽ നിർബന്ധമാണ്. പഠിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമായ ഒരു അളവുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട അമലുകൾ. നിസ്കാരം നമ്മൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് നിസ്കാരം എങ്ങനെയാണ് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. എന്നതുപോലെ നോമ്പ് റമദാനിൽ നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് നോമ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട അഹ്കാമുകൾ എല്ലാവരും പഠിച്ചിരിക്കണം. അത് പഠിക്കൽ എല്ലാ ആളുകൾക്കും നിർബന്ധമാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, കുല്ലു അമലിൻ കാന അലൈക ഫർദ ഫതലബു ഇൽമിഹി അലൈക ഫർദ്. ഏതൊരു പ്രവർത്തനം നിനക്ക് നിർബന്ധമാണോ അതിനെക്കുറിച്ച് പഠിക്കലും നിനക്ക് നിർബന്ധമാണ്. അറിയാം, റമദാനിലെ നോമ്പ് നമ്മൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടുള്ള ആളുകൾ, പ്രായപൂർത്തിയാകാത്ത ആളുകൾക്ക് നോമ്പ് നിർബന്ധമല്ല, പക്ഷെ അവർ ആ സമയത്ത് പഠിക്കണ്ട. എന്നാൽ പ്രായപൂർത്തിയായിട്ടുള്ള നോമ്പ് നിർബന്ധമായിട്ടുള്ള ആളുകൾ അവർ അതിനെക്കുറിച്ച് പഠിച്ചേ പറ്റൂ. അതിനാണ് നമ്മൾ അതുപോലുള്ളൊരു സെഷൻ വെച്ചത്. ഇനി അത് കേൾക്കാത്ത ആളുകൾ അതുപോലെയുള്ള ദർസുകൾ കേട്ട് നമ്മൾ പഠിക്കണം. റമദാനുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ നമ്മൾ പഠിച്ചേ പറ്റൂ. നമുക്കറിയായിരുന്നില്ല എന്ന് പറയരുത്. കാരണം നമുക്ക് ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരവും സക്കാത്തും ഹജ്ജും പോലെയുള്ള മറ്റൊരു ഇബാദത്താണ് റമദാനിലെ നോമ്പ്. അപ്പോൾ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മളതിനെക്കുറിച്ച് പഠിക്കണം. അതാണ് അഞ്ചാമതായി ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് നമ്മൾ ശരിക്കും പഠിക്കാം. അത് പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, കിതാബുകളുണ്ട്, ദർസുകളുണ്ട്. വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകണം. നേരത്തെ നമ്മൾ കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അത് മറന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ചും പഠിച്ചും നമ്മൾ എന്ത് ചെയ്യുക, അത് മുറാജഅ ചെയ്ത് അത് നമ്മൾ ഉറപ്പ് വരുത്തുക. ആറാമത്തെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ധാരാളം സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ചും വിശ്വാസികൾ മറ്റു മാസങ്ങളെക്കാൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുന്നൊരു മാസമാണ്. അതിൽ സംശയമൊന്നുമില്ല. പൊതുവേ റമദാൻ മാസം മറ്റു മാസങ്ങളെക്കാൾ വിശ്വാസികൾ, മുസ്ലിങ്ങൾ മറ്റു മാസങ്ങളിലൊന്നും ഇബാദത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ റമദാനിലൊന്ന് ശ്രദ്ധിക്കും പൊതുവെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ഫർദു അഫ്ദലു മിനൻ നഫിൽ. അതാണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, നമ്മൾ മുന്തിക്കേണ്ടത്, ഏറ്റവും മഹത്വമുള്ളത് അതേതാണ്? അത് ഫർദായ കാര്യങ്ങളാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളാണ് സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ഇത് നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിൽ അത് മനസ്സിലാക്കി നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് ഫർദുകൾക്കാണ്. റമദാനിലും അങ്ങനെ തന്നെ. റമദാനിൽ നമ്മൾക്ക് ഫർദായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടതും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. അതിന് പുറമെ നമ്മൾ സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക. ചില സലഫുകൾ പറഞ്ഞതുപോലെ, ഒരാൾ സുന്നത്തായ കർമ്മങ്ങൾ ശ്രദ്ധിച്ച് ഒരാൾക്ക് ഫർദിൽ വീഴ്ച വരുത്തിയാൽ അവൻ മഗ്റൂറാണ്, അവൻ വഞ്ചിതനാണ്, അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. സുന്നത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ച് ഫർദ് അവന് നഷ്ടമായി, അല്ലെങ്കിൽ ഫർദിൽ അവൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. കാരണം അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത് ഏതാണ്? ഫർദാണ്. സുന്നത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ച് അവന് ഫർദിൽ വീഴ്ച വന്നു, അവൻ മഗ്റൂറാണ്. എന്നാൽ ഒരാൾ ഫർദിൻ്റെ കാര്യം, ഫർദ് ശ്രദ്ധിച്ച് ഒരാൾക്ക് സുന്നത്ത് നഷ്ടമായാലോ അവൻ മഅ്സൂറാണ്, അവൻ ഉദ്റുണ്ട്, പ്രശ്നമില്ല. ഫർദ് ചെയ്തതിൻ്റെ പേരിൽ സുന്നത്ത് നഷ്ടമായി, അതുകൊണ്ട് പ്രശ്നമില്ല. ഒരു സുന്നത്ത് ചെയ്തിട്ട് അയാൾക്ക് ഫർദ് നഷ്ടമായാലോ അത് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? ഫർദിൻ്റെ കാര്യമാണ്. ഫർദ് നമ്മൾ ശരിയാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ കൂടെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, നമുക്കറിയാം, വമാ തഖറബ അബ്ദി ഇലയ്യ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറദ്തു അലൈഹി. അള്ളാഹു, ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്
അള്ളാഹു തആല ഫർദാക്കിയ കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു തആലയിലേക്ക് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മവും അതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഫർദാക്കിയത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ ഫർദായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സുന്നത്തുകൾ അതിൻ്റെ കൂടെ. ഫർദിൽ വീഴ്ച വരുത്തി സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. നമ്മൾ ഫർദ് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക, അതേപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇവിടെ ഇപ്പോൾ ജമാഅത്ത് നിസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അയാൾ ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ അയാൾക്ക് ശർഈയായ കാരണങ്ങളില്ലെങ്കിൽ അയാൾ പള്ളിയിൽ വന്നിരിക്കണം, മസ്ജിദിൽ ഒന്ന് നിസ്കരിക്കണം. അപ്പോൾ റമദാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഒരു പുരുഷൻ അവൻ്റെ ജമാഅത്ത് നിസ്കാരം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് നിർബന്ധമായ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരാൾ ഇശാ ജമാഅത്തിന് വരില്ല, തറാവിഹിക്കിനെത്തും. പക്ഷെ ശരിക്കും ശരിയല്ല. ഇശയാണ് അയാൾക്ക് നിർബന്ധം, ജമാഅത്തെ നിസ്കരിക്കൽ. തറാവീഹ് അയാൾക്ക് നിർബന്ധമല്ല. അപ്പോൾ റമദാനിൽ നമ്മൾ തറാവീഹിന് മുന്തിയ പരിഗണന കൊടുക്കും. ചില ആളുകൾ ദുഹറിൻ്റെയും അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഒന്നും ജമാഅത്ത് ശ്രദ്ധിക്കൂല, തറാവീഹിന് കൃത്യമായിട്ട് പള്ളിയിലുണ്ടാവും. അത് ശരിക്കും ഈ പറഞ്ഞതിനെതിരാണ്. ശരിയല്ലേ? എതിരാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യമാണ്, റമദാൻ മാസത്തിലെ നേരത്തെ ഞാൻ പറഞ്ഞ ഷെയ്ഖ് റൈസ് ഹഫിളഹുല്ലാ അദ്ദേഹം നോമ്പുകാർക്ക് തെറ്റുന്ന 10 അബദ്ധങ്ങൾ എന്ന് പറഞ്ഞതിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇഹ്മാലു സ്വലാത്തിൽ മഗ്രിബ് ജമാഅത്തൻ ഫിൽ മസ്ജിദ്. പള്ളിയിൽ മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കുന്ന കാര്യം ശ്രദ്ധിക്കൂല. അത് നോമ്പുകാർക്ക് സംഭവിക്കുന്നൊരു അബദ്ധമാണ്. പലരും നമ്മുടെ മസ്ജിദുകളിലൊക്കെ അൽഹംദുലില്ലാ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പലരും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. ജമാഅത്തിന് കൃത്യമായി വരുന്ന ആളുകൾ തന്നെ നോമ്പിൻ്റെ സമയത്ത് മഗ്രിബിൻ്റെ ജമാഅത്ത് അവർക്ക് മിസ്സാവും. എന്തുകൊണ്ട്? നോമ്പ് തുറക്കാനുള്ള പേരിൽ. ശരിക്കും പള്ളികളിൽ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ ആൾക്ക് ഇനി പള്ളികളിൽ സൗകര്യം ഇല്ലെങ്കിൽ നോമ്പ് തുറന്ന് പെട്ടെന്ന് മഗ്രിബ് നിസ്കരിച്ചിട്ട് ബാക്കി ഭക്ഷണം പിന്നീട് കഴിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കി. 30 ദിവസവും നോമ്പ് തുറ എന്ന പേരിൽ ഒരാൾ മഗ്രിബ് നഷ്ടപ്പെടുത്തിയാൽ 30 ദിവസത്തെ അയാൾക്ക് ആ ജമാഅത്ത് നിർബന്ധമായ ഒരാളാണെങ്കിൽ 30 നിർബന്ധ കാര്യങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ അതേപോലെ തന്നെ മറ്റു ജമാഅത്തുകളൊക്കെ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നിർബന്ധമായ കാര്യങ്ങൾ ഏതാണോ അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഇപ്പോൾ നോക്കി, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ മഗ്രിബ് മുതൽ ഫജ്ർ വരെയുള്ള സമയമാണല്ലോ ലൈലത്ത് എന്ന് പറയുന്നത്, രാത്രി എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇബാദത്തുകൾ ഏതൊക്കെയാണ്? അന്ന് ഖുർആനിൻ്റെ പാരായണമുണ്ട്, അതുപോലെ തന്നെ ദുആയുണ്ട്, രാത്രി നിസ്കാരമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് നിർബന്ധമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരവുമാണ്. അന്ന് ആ മഗ്രിബ് ഏറ്റവും നല്ല എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ 10ാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് തവസ്സുഉ ഫിൽ മത്ബഖ്, പെണ്ണുങ്ങളോടാണ് പറയാനുള്ളത്. സ്ത്രീകൾ ഒരുപാട് സമയം കിച്ചണിൽ ചെലവഴിക്കും. അതും ഒരുപാട് നന്മകളിൽ നിന്ന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം. ആവശ്യത്തിന് പുരുഷന്മാർ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ റമദാനിൽ സ്ത്രീകൾക്ക് കൂടുതൽ സമയം ഇബാദത്തിൽ മുഴുകാൻ അവരവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുക. നമ്മുടെ മസ്ജിദുകളിലൊക്കെ നോമ്പ് തുറ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗകര്യമുള്ള പള്ളികൾ ഉണ്ടെങ്കിൽ അവിടെ പോവുക. പിന്നെ വെറുതെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ അത്താഴത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന് നമ്മളും കൂടി കൊടുക്കുക, നമ്മളുടെ ഒരു ഭാഗം ആ പള്ളിയിലേക്ക് നോമ്പ് തുറക്ക് കൊടുക്കുക. ഒരുപാട് സമയം എന്ത് ചെയ്യും അതുകൊണ്ട് ലാഭിക്കാൻ പറ്റും. ഈ അടുക്കളയിൽ സമയം ചെലവഴിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ 11ാമത്തെ ഒരു കാര്യം സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു വിഷയമാണ് ഹൈദിൻ്റെ സമയം. ഈ റമദാനിൽ കടന്നു വരുമ്പോൾ അവർ പിന്നെ ഒരു ഇബാദത്തുമില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. പല സ്ത്രീകളും അങ്ങനെയാണ്, മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. റമദാനിലാണെങ്കിലും പിന്നെ ഫുൾ നിർത്തിവെച്ചു. ഇല്ല, റമദാനിൽ ആകട്ടെ അല്ലാത്ത സമയത്താകട്ടെ മനസ്സായി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഇബാദത്തുകൾ ഏതാണെന്ന് അവർ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ അവർ ചെയ്യാം, അല്ലേ? ദുആ ചെയ്യാം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാം, അവർക്ക് ഹിഫ്ളുള്ള ഭാഗം ഖുർആനിൽ തന്നെ പാരായണം ചെയ്യാം. മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല എന്നുള്ളൂ. ബാക്കി നിസ്കാരം, നോമ്പ് അത് ഉപേക്ഷിക്കണം. അതല്ലാത്ത ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാം.
ദിക്റുള്ള അത് ധാരാളമായിട്ട് ചെയ്യാം. ദുആ, അവർക്ക് ഹിഫ്ളുള്ള ഭാഗം പാരായണം ചെയ്യുക. അപ്പോൾ റമദാനിൽ 5-6 ദിവസം അവർക്കത് ഇതിൻ്റെ പേരിൽ നഷ്ടപ്പെടും. അത് അങ്ങനെ തന്നെ ഒന്നും ചെയ്യാതെ ഒരു ഇബാദത്തും ചെയ്യാത്തൊരു സാഹചര്യം ഒരുപാട് സ്ത്രീകൾക്കുണ്ട്. അത് അവർക്ക് വലിയ നഷ്ടം വരുത്തി വെക്കുന്ന കാര്യമാണ്. ഹൈളായി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണോ അവർ പഠിച്ചു അത് മാത്രം ചെയ്യരുത്, ബാക്കിയൊക്കെ ചെയ്യാം. എന്തെല്ലാം ഇബാദത്തുകൾ ആ സമയത്ത് അവർക്ക് ചെയ്യാൻ സാധിക്കും, ഈ പറഞ്ഞതൊക്കെ അവരതിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ 10-11 തടസ്സങ്ങൾ സാലിഹ് അബ്ദുൽ കരീം ഹഫിളഹുല്ലാ പറഞ്ഞത് കാണാം. 8ാമത്തെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാൻ എന്ന് പറയുന്നത് നമ്മൾക്കുള്ള ഒരു വലിയ അവസരമാണ്. റമദാനെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട് അതൊരു മദ്രസയാണ്. അതേപോലെ തന്നെ മൗസിമുൻ ഉഖറവി, നമുക്ക് നാളെ പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള ഒരു സീസണാണ്. നമ്മൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. റമദാനിൽ അള്ളാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നോമ്പാണ്. നോമ്പിൻ്റെ ലക്ഷ്യം അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത്. നമ്മൾക്ക് നന്നാകാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും റമദാനിനെ പോലെ പറ്റിയൊരു സാഹചര്യമില്ല. എല്ലാ നിലക്കും അള്ളാഹു തആല അതിന് സൗകര്യം ചെയ്തിട്ടുണ്ട്, എല്ലാ നിലക്കും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. റമദാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള ഒരു മൗസിമുൻ ഉഖ്റവിയാണ്, ഒരു സീസണാണ് എന്ന് അവന് തിരിച്ചറിയണം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വാചകം, അല്ലയാലി വല്ലയ്യാമുൽ ഫാദില ലാ യസ്ലുഹു അൻ യുഗ്ഫല അൻഹുൻ. ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളും രാത്രികളും അതിൽ അശ്രദ്ധ പാടില്ല, അതിൽ അശ്രദ്ധ വിശ്വാസിക്ക് സംഭവിക്കാൻ പാടില്ല. റമദാനിലെ രാത്രിയും പകലും മറ്റു മാസത്തിലെ രാത്രിയും പകലിനെയും പോലെയല്ല നമ്മൾ കാണേണ്ടത്. അതിൽ ഇബാദത്തുകൾ ചെയ്യുന്ന കാര്യവും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യവും നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകണം. കാരണം ലിഅന്നഹു ഇദാ ഗഫല അത്താജിറു അൻ മൗസിമി റിബ്ഹി ഫമതാ യർബഹ്. നമ്മുടെ എല്ലാ റമദാൻ്റെ സന്ദർഭത്തിലും കേൾക്കാൻ സാധ്യതയുള്ള ഇബാറത്താണ്. ഒരു കച്ചവടക്കാരൻ അവൻ്റെ കച്ചവടത്തിലൊരു സീസൺ ഉണ്ടാകും. ആ സീസൺ സമയത്ത് അവൻ നന്മ ചെയ്യുക, അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടി ആ കച്ചവടത്തിന് വേണ്ടി അവന് ലാഭം നേടാനുള്ള ആ സീസണിൽ അവൻ അശ്രദ്ധനായാൽ, എല്ലാ കച്ചവടക്കാർക്കും ഒരു സീസൺ ഉണ്ടാകും, ആ സീസൺ സമയത്ത് അവർ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അവന് ലാഭം നേടാനുള്ള അവൻ്റെ സീസണിൽ അവൻ അശ്രദ്ധനായാൽ ഫമതാ യർബഹ്, പിന്നെ എപ്പോഴാണ് അവന് ലാഭം നേടുക എന്നതുപോലെ വിശ്വാസിക്ക് നാളെ പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള സീസണാണ് റമദാൻ. ഇതിൽ നമ്മൾക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്കതിന് സാധിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് കിട്ടിയ അവസരമാണെന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. റമദാനിൽ നമ്മളുടെ നോമ്പ് അത് എത്രത്തോളം ശക്തമാണ്, എൻ്റെ നോമ്പ് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗമുണ്ട് അല്ലേ. നമ്മളൊക്കെ കുറേ വർഷങ്ങളായിട്ട് നോമ്പെടുക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ എൻ്റെ നോമ്പ് അതിനെത്രത്തോളം പവറുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള അടയാളം പണ്ഡിതന്മാർ പറഞ്ഞത് കാണും. സുലൈമാൻ റഹീൽ ഹഫിളഹുല്ലാഹ് പറഞ്ഞു, വകുല്ലമാ കാന അസ്സായിമു ഹസനൽ അഖ്ലാഖ്. ഒരു നോമ്പുകാരൻ അവൻ്റെ സ്വഭാവം നന്നായിട്ടുണ്ടെങ്കിൽ ദല്ല ദാലിക അലാ കമാലി സൗമിഹി വഖുവ്വതി സൗമിഹി, അവൻ്റെ നോമ്പ് പരിപൂർണമാണ്, അവൻ്റെ നോമ്പിന് ശക്തിയുണ്ട് എന്നതിനുള്ള തെളിവാണ്. അപ്പോൾ നോക്ക്, നോമ്പെടുത്തിട്ട് നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട് അല്ലേ. നോമ്പ് ഉള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും വ്യത്യാസമുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വാചകം എന്താണ്? ഇദാ സുംത ഫല്യസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബ്. നീ നോമ്പെടുത്താൽ നിൻ്റെ കണ്ണിന് നോമ്പുണ്ടാകണം, നാവിന് നോമ്പുണ്ടാകണം, കാതിന് നോമ്പുണ്ടാകണം, നാവ് കൊണ്ട് നുണ പറയാൻ പാടില്ല. വലിയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ യൗമ സൗമിക. നിനക്ക് നോമ്പുള്ള ദിവസം നിനക്കൊരു ഗാംഭീര്യം ഉണ്ടാകണം, ഒരു അച്ചടക്കം ഉണ്ടാകണം. വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാ. നിനക്ക് നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും നീ ഒരുപോലെ ആക്കരുത്. അപ്പോൾ നോമ്പുള്ള ദിവസം വേറെ തന്നെ. അപ്പം ഷെയ്ഖ് പറയാൻ, ഒരാളുടെ സ്വഭാവം നന്നായിട്ടുണ്ടെങ്കിൽ അയാളുടെ നോമ്പ്
അത് പൂർണ്ണതയുള്ള നോമ്പാണ്, അതിന് ശക്തിയുണ്ട്, ആ നോമ്പിന് ശക്തിയുണ്ട് എന്നുള്ള തെളിവാണ്. വൽ അക്സു ബിൽ അക്സ്, നേരെ തിരിച്ചു അങ്ങനെ തന്നെ. ഏതുപോലെ ഫൈദാ കാന സ്സായിമു സയ്യി അൽ അഖ്ലാഖ്, ഒരു നോമ്പുകാരൻ മോശപ്പെട്ട പെരുമാറ്റമാണ്, നോമ്പെടുത്തിട്ട് മോശം സംസാരം, മോശം പെരുമാറ്റം, എങ്കിൽ ജല്ല ദാലിക അലാ ദഅഫി സൗമിഹി, അവൻ്റെ നോമ്പ് വളരെ ദുർബലമാണ് എന്നതിന് തെളിവാണത്. ഫഇന്ന الصوم يا عباد الله إنما شرع لتزكية النفوس وإصلاحها وتهذيب الأخلاق وتحسينها. നോമ്പ് ശറഅക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മനസ്സ് നന്നാകാനാണ്, നമ്മുടെ സ്വഭാവം നന്നാകാനാണ്. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ നോമ്പെടുത്തിട്ട് മോശപ്പെട്ട വാക്കും പ്രവർത്തനവും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ പട്ടിണി കിടക്കുക എന്നുള്ളത് അള്ളാഹുവിന് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നോമ്പ് എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം പൂർണ്ണതയിലെത്തിയിട്ട് നമ്മുടെ നോമ്പെടുത്തിട്ട് നമ്മുടെ സ്വഭാവം നോക്കിയാൽ മതി. നമ്മുടെ നോമ്പ് നമ്മുടെ സ്വഭാവം ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ, സ്വഭാവത്തെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടായി എന്നതിൻ്റെ അർത്ഥം തൻ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നോമ്പ്, ശരിക്കുമുള്ള നോമ്പ് എടുത്തിട്ട് റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാമ മുഹമ്മദ് അൽ ബഷീർ അൽ ഇബ്രാഹിമി റഹിമഹുല്ലാഹ് പറഞ്ഞു, റമദാൻ മുസ്തശ്ഫൻ സമാനി. റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു കാലോചിതമായ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഹോസ്പിറ്റലാണ്, ആശുപത്രിയാണ്. ഹോസ്പിറ്റൽ സാധാരണ മുസ്തശ്ഫൻ മക്കാനി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്താണ് ഹോസ്പിറ്റൽ ഉണ്ടാകുക. ഇത് കാലവുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രിയാണ് റമദാൻ. അത് ആ റമദാൻ എന്ന് പറഞ്ഞാൽ കാലാണല്ലോ, സമയമാണല്ലോ. യജിദു ഫീഹി കുല്ലു മരീദിൻ ദവാഅ ദാഇഹി, എല്ലാ രോഗിക്കും ആ ആശുപത്രിയിൽ മരുന്നുണ്ട്. യസ്തശ്ഫി ഫീഹി മർദൽ ബുഖ്ലി ബിൽ ഇഹ്സാൻ, പിശുക്ക് എന്ന അസുഖമുള്ള ആളുകൾ അവർക്ക് സദഖ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവിടെ ചികിത്സ തേടാം. അല്ലേ, ഏറ്റവും നല്ല അവസരമാണ് സദഖയ്ക്കുള്ള റമദാൻ. വമർദൽ ബിത്നതി വന്നഈം ബിൽ ജൂഇ വൽ അതശ്, നന്നായി തിന്നുന്ന ആളുകൾക്ക്, സുഖത്തിൽ ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക്, ആ രോഗം ബാധിച്ച ആളുകൾക്ക് വിശപ്പും ദാഹവും സഹിക്കാനുള്ളൊരു അവസരമാണ്. അങ്ങനെ അവർക്ക് ചികിത്സ നേടാനുള്ള അവസരമുണ്ട്. വമർദൽ ജൂഇ വൽ ഖസാസ ബിശ്ശിബ്ഇ വൽ കിഫായ, എന്നാൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർക്ക് അന്ന് അവിടെ നോമ്പ് തുറക്കുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാകും. ഈ നിലയ്ക്ക് എന്തെല്ലാം അസുഖം ബാധിച്ച ആളുകളുണ്ടോ അവർക്കൊക്കെ ഉള്ള ഒരു പരിഹാരം ഈ റമദാനിലൂടെ ഉണ്ട് എന്നാണ് മുഹമ്മദ് അൽ ബഷീർ അൽ ഇബ്രാഹിമി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞത്, റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും നല്ല അവസരമാണ്. റമദാൻ ഒരു മദ്രസയാണെന്ന് പറയും. ആ മദ്രസയിൽ ഒരു മാസത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവൻ മുത്തഖിയായിരിക്കണം. ചഖ്വ എന്ന് പറയുന്ന ഒരു ഷഹാദയുമായിട്ടായിരിക്കണം അവൻ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതേപോലെ തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിലാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, റഗീമ അൻഫു റജുലിൻ, ഒരാൾ അവൻ്റെ മൂക്ക് മണ്ണിൽ പതിക്കട്ടെ, അല്ലെങ്കിൽ അവൻ നിന്ദ്യനാകട്ടെ. എന്താണ് കാര്യം? അവന് റമദാൻ ലഭിച്ചു, പക്ഷെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല. ജിബ്രീൽ പ്രാർത്ഥിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ആ റമദാൻ തീരുമ്പോഴേക്കും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട സാഹചര്യം ഉണ്ടാകണം. അല്ലേ, റമദാൻ അതിൻ്റെ ഓരോ രാത്രിയിലും വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക ഫീ കുല്ലി ലൈല, റമദാനിൻ്റെ ഓരോ രാത്രിയിലും അല്ലാഹു തആല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രാത്രിയിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ദീനിയായ നിലവാരം കൊണ്ട് ആ നരകത്തിന് രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റിയ അവസരമാണ് റമദാൻ എന്നുള്ളത് കൊണ്ട് റമദാൻ നമ്മൾക്ക് വിജയിക്കാൻ, സ്വർഗത്തിലേക്ക് എത്താൻ, നരകത്തിന് രക്ഷപ്പെടാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. 9ാമത്തെ കാര്യം, ഈ റമദാൻ എന്നുള്ളത്, വരാൻ പോകുന്ന റമദാൻ, അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ റമദാനായിരിക്കും ഇത്. റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉറപ്പില്ല. ഇനി പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇതെൻ്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാണ്. കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ എൻ്റെ കൂടെ നോമ്പ് തുറന്നിരുന്ന, പള്ളിയിലുണ്ടായിരുന്ന പലരും ഇന്നില്ല, അവർ മരിച്ചുപോയി. അല്ലെങ്കിൽ അവർ
മാരകമായ അസുഖം ബാധിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. അതും രണ്ടും സംഭവിക്കാം. മരണം മാത്രമല്ല, രോഗം സംഭവിക്കാം. അപ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ എൻ്റെ റമദാനാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ആകാം, അങ്ങനെ സാധ്യതയുണ്ട് അല്ലേ? കഴിഞ്ഞ ഒരു വർഷം റമദാൻ, അതിനുശേഷം 10-11 മാസം കഴിഞ്ഞു. അതിനിടയിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്. അതിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തിയില്ല. ഒരു നിഅമത്താണത്. അത് നമുക്ക് അവസരങ്ങൾ തരണം അല്ലാഹു തആല. അതുകൊണ്ട് റമദാൻ നമുക്ക് ലഭിച്ചാൽ ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ റമദാനാണ് എന്ന ചിന്തയോടുകൂടി, ഇനി ഒരു പക്ഷേ എനിക്ക് റമദാൻ കിട്ടാൻ സാധ്യതയില്ല എന്ന നിലക്ക് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അഹ്മദ് അൻ-നജ്മി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫയാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ, യജിബു അൻ നഗ്തനിമ ഹാദ ശഹർ, ഈ മാസം നമ്മൾ, റമദാൻ മാസം നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തൽ നമുക്ക് നിർബന്ധമാണ്. لأن هذا الشهر من الفرص التي ينبغي للمسلم أن يحرص عليها. ഓരോ മുസ്ലിമും പ്രത്യേകം ആവേശപൂർവ്വം താല്പര്യം കാണിച്ച് പ്രവർത്തിക്കേണ്ട മാസമാണ്, ഒരു അവസരമാണ് ഈ റമദാൻ മാസം. അതുകൊണ്ട് ഫഹരിസ് യാ അബ്ദല്ലാ, അല്ലാഹുവിൻ്റെ അടിമ, നീ ഈ റമദാൻ മാസത്തിൽ അലാ സിയാമി ഷഹീർ റമദാൻ വ അലാ ഖിയാമിഹി ഇഗ്തനിം ഹാദിഹിൽ ഫുർസ, ഈ അവസരം നീ ഉപയോഗപ്പെടുത്തുക, നോമ്പെടുത്തും നിസ്കരിച്ചും. ഫലഅല്ലഹാ ലാ തുവാതീക മറത്തൻ ഉഖ്റാ, ഇതാണ്. ഇനി ഒരു പക്ഷേ നിനക്ക് ആ റമദാൻ കിട്ടിക്കൊള്ളണമെന്നില്ല, ഇതിൻ്റെ അവസാനത്തെ റമദാനായിരിക്കും. ഫലഅല്ലൽ മനിയ്യത അൻ തഖ്തിഫക ഖബ്ല അൻ യഅതിയക റമദാനു ആഖർ, അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് മരണം നിന്നെ പിടിച്ചേക്കാം. ഇതാണ്. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കാര്യം, റമദാനിൽ ഒരു അവസരം കൂടി കൊണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റമദാനിൽ നമുക്ക് അതിൻ്റെ ആദ്യ രാത്രിയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ നമ്മൾ ഇതെനിക്ക് ഏറ്റവും എൻ്റെ അവസാനത്തെ അവസരമാണ് എന്ന ചിന്തയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. മുഅ്തബിർ ഇബ്നു സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം പറയുന്നത്, കാന അബി യൂഖിൽ കുല്ല മൻ ഫിദ്ദാർ, എൻ്റെ വീട്ടിലുള്ള ആളുകളെയൊക്കെ എൻ്റെ പിതാവ് വിളിച്ചുണർത്തും. ഇത് ദഖല ശഹ്റു റമദാൻ, റമദാനായി കഴിഞ്ഞാൽ എൻ്റെ വാപ്പ എല്ലാവരും വിളിച്ചുണർത്തും രാത്രി നിസ്കരിക്കാൻ വേണ്ടി. എന്നിട്ട് വാപ്പ പറയും, ഖൂമു, നിങ്ങൾ എണീറ്റ് നിസ്കരിക്കുക, ഫലഅല്ലക്കും ലാ തുദ്രികൂഹു ബഅദ ആമിക്കും ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി ഒരു റമദാൻ നിങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ ഞങ്ങളെല്ലാവരെയും വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പ്രേരിപ്പിക്കും എന്നാണ് മുഅ്തമിർ ബിൻ സുലൈമാൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോധം നമ്മൾക്കുണ്ടാകണം, ഇത് എൻ്റെ അവസാനത്തെ റമദാനായിരിക്കും. അതുകൊണ്ട് ഈ റമദാൻ എൻ്റെ ജീവിതം, അത് നമ്മളെ കുറവുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നം? എന്തായാലും പ്രശ്നം ഉണ്ടാകും, മനുഷ്യനാണ്, പ്രശ്നം ഉണ്ടാകും. സത്യസന്ധമായി നമ്മളെക്കുറിച്ചൊരു ആത്മവിചാരണ നടത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ തിരുത്താൻ ശ്രമിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ശ്രമിക്കുക. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഒരിക്കൽ റമദാൻ മാസത്തിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ആളുകളുടെ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ അവരുടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ തആല, റമദാനിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കണം, റമദാനിൽ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകളുടെ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ, ഇന്നല്ലാഹ ഖദ് ജഅല ശഹ്റ റമദാൻ മിദ്മാറൻ ലിഖൽഖിഹി, അല്ലാഹു തആല തൻ്റെ സൃഷ്ടികൾക്ക് റമദാനിനെ ഒരു മത്സരിക്കാനുള്ള കളമായി നിശ്ചയിച്ചിരിക്കുന്നു. മത്സരിക്കാനുള്ളൊരു കളം. യസ്തബിഖൂന ഫീഹി ബിതാഅതിഹി, ആ മത്സരത്തിൽ ചില ആളുകൾ ഓടി മുന്നിലെത്തുന്നുണ്ട്. അഥവാ യസ്തബിഖൂന ഫീഹി ബിതാഅതിഹി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മത്സരിക്കാനുള്ള ഒരു ഇടമായി അള്ളാഹു റമദാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഫസബഖ അഖ്വാമുൻ ഫഫാസു, ചില ആളുകൾ മുന്നിലോടി അവർ വിജയിച്ചു. വതഖല്ലഫ അഖ്വാമുൻ ഫഖാബു, ചില ആളുകൾ അതിൽ പിന്നിലായിപ്പോയി, അവർ പരാജയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതിനാണ് റമദാൻ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്, നന്മയിൽ മുന്നേറാൻ, നന്മകൾ ചെയ്ത് മത്സരിക്കാൻ. അതിനാണ് അല്ലാഹു റമദാൻ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫല അജബ്, അത്ഭുതം ആരുടെ കാര്യത്തിലാണ്? ലിദ്ദാഹിഖിൽ ലാഇബ് ഫിൽ യൗമിൽ ലദി ഫാസ ഫീഹിൽ മുസാരിഊൻ വഖാബ ഫീഹിൽ ബാതിലൂൻ. ഇവിടെ വിജയിക്കുന്ന ആളുകൾ വിജയിക്കുന്ന ഈ ദിവസത്തിൽ, പരാജയപ്പെടുന്ന ആളുകൾ പരാജയപ്പെടുന്ന ഈ ദിവസത്തിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുന്നയാളുടെ കാര്യമാണ് അത്ഭുതം.
എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ഈ പറഞ്ഞത് റമദാൻ നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടിയാൽ പോരാ, അത് ഉപയോഗപ്പെടുത്തണം. കിട്ടിയ റമദാൻ അതൊരവസരമാണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ അവസാനത്തെ റമദാനാണെന്ന് എന്ന് കരുതി പരമാവധി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പത്താമത്തെ അവസാനത്തെ ഒരു കാര്യം എൻ്റെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്, റമദാനിന് കുറച്ചുകൂടി ദിവസങ്ങളുണ്ട്. റമദാൻ 1 മുതൽ തുടങ്ങാം എന്ന് നമ്മൾ ചിന്തിക്കരുത്. റമദാനിന് മുമ്പേ നമ്മൾ ഒരുങ്ങണം. ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് റമദാൻ വരെ നമ്മൾ ജീവിക്കും എന്നുള്ള കാര്യം. ശരിയാണ്, ഇപ്പം നമ്മൾ ക്ലാസ്സുകളും ദർസുകളൊക്കെ കേട്ട് ഈ റമദാൻ കഴിഞ്ഞ റമദാൻ പോലെ ആകൂല, കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ തീരുമാനിച്ച് ആ റമദാനിൻ്റെ പിറവി സംഭവിക്കുന്ന ദിവസം മുതൽ തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കരുത്. റമദാനിൻ്റെ മുന്നേ നമ്മൾ ഒരുങ്ങുക. കാരണം റമദാനിൽ ജീവിക്കുന്നതിന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല. അതാണ് അംർ ഇബ്നു ഖൈസ് റഹിമഹുള്ളാഹ് പറയാറുള്ളത്, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പേ സ്വന്തം നഫ്സിനെ നന്നാക്കിയവൻ അവന് മംഗളമുണ്ട്, അവന് മംഗളം എന്ന് പറയാറുള്ളത്. ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് പറഞ്ഞു, അൽ ഇനായത്തു ബിത്തൗബ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അൽ ഇനായത്തു ബിത്തൗബ വതജ്ദീദു അത്തൗബ, തൗബ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, തൗബ പുതുക്കുന്ന കാര്യം. ഖബ്ല العناية بالتوبة وتجديد التوبة قبل دخول هذا الشهر الكريم. ഈ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൗബയുടെ കാര്യം, തൗബ പുതുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. حتى يدخل عليك شهر رمضان وأنت في سلامة من ذنوبك. റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നീ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനായ അവസ്ഥയിൽ റമദാനിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ഖദ് മഹാഹ അല്ലാഹു അൻക ബിത്തൗബ, നീ തൗബ ചെയ്തതിലൂടെ അല്ലാഹു തആല നിന്റെ സകല തിന്മകളും പുറത്തു വന്നിട്ടുണ്ടാകും. ഇങ്ങനെ തിന്മകളില്ലാതെ റമദാനിന് മുമ്പേ തൗബ ചെയ്ത് അല്ലാഹുവിനോട് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ചെയ്ത തിന്മകളൊക്കെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് സത്യസന്ധമായി തൗബ ചെയ്ത അല്ലാഹു തആല അവന് പിന്നെ അവൻ്റെ പാപങ്ങൾ ഇല്ല. അതുപോലെയാണ് ഒരാൾ തൗബ ചെയ്താൽ പിന്നെ അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. ഇങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. സുമ്മൽ അസ്മു സാദിഖ്, പിന്നെ ഈ തൗബ ചെയ്തതിന് ശേഷം അവന് ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകണം, സത്യസന്ധമായ തീരുമാനം. അൻ തസ്തഖീമ ഫി റമദാൻ, റമദാനിൽ നീ ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളും. അൻ തബ്തഇദ അൻ കുല്ലി മാ ഹറമ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു ഹറാമാക്കിയ സകല കാര്യത്തിൽ നിന്നും നീ വിട്ടുനിൽക്കും എന്ന് നീ ഉറച്ചു തീരുമാനിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ തൗബ ചെയ്യാം. തൗബ ചെയ്യാത്ത ആളുകൾ റമദാനിന് മുമ്പേ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. എന്നിട്ട് ഉറച്ചു തീരുമാനിക്കുക, ഞാൻ ഇനി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും, തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കും. ആ രൂപത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ സാധിച്ചാൽ അവന് റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇതാണ് അവസാനമായി പറയാനുള്ളത്. സഹോദരങ്ങളെ, ഈ റമദാൻ എന്ന് പറയുന്ന ഏറ്റവും നമ്മൾക്ക് അള്ളാഹു നൽകുന്ന നിഅമത്ത്, അത് വലിയ അവസരമാണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ റമദാനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക. അതിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? പലതും തീരുമാനിച്ചു നടന്നിട്ടില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ചെയ്തതന്നെ അള്ളാഹു സ്വീകരിച്ചെന്ന് യാതൊരു ഉറപ്പുമില്ല. എങ്ങനെയൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് അടുത്ത നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന റമദാനിൽ ജീവിക്കാൻ, ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഉറച്ചു തീരുമാനിക്കുക. അങ്ങനെ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ അതിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി പ്രവർത്തിച്ച് റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾക്ക് യാത്രയാക്കാൻ സാധിച്ചാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, മൻ സഹ്ഹ ലഹു റമദാൻ വസലിം, ഒരാളുടെ റമദാൻ ശരിയായാൽ, റമദാൻ സുരക്ഷിതമായാൽ, സലിമത് ലഹു സായിറു സനതി, അവൻ്റെ വർഷം മൊത്തം ശരിയാകും. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു തആല ഒരു അമലുൻ സാലിഹായി ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇരുത്തം അള്ളാഹു തആല പുണ്യകർമ്മമായി രേഖപ്പെടുത്തുമാറാവട്ടെ. അടുത്ത റമദാനിലേക്ക് പ്രവേശിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാനും അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്
കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ റമദാനുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മുടെ കൂടെയില്ല. നമ്മുടെ അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, മക്കൾ പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റായി അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ന് മരണപ്പെട്ടു. ചെറിയ കുട്ടിയാണ്. അല്ലാഹു തആല അവർക്ക് സ്വർഗത്തിൽ ആ സഹോദരനും ആ സഹോദരിക്കും ബൈത്തുൽ ഹംദ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ അസുഖം അല്ലാഹു തആല പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്തും ഈ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങളും മരണങ്ങളൊക്കെ നമ്മളിലേക്ക് വരാം. നമുക്കറിയാവുന്ന സത്യമാണ്. പക്ഷെ എത്രത്തോളം നമ്മളത് ചിന്തിച്ച് നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.